നമസ്കാരം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കളക്ടറേറ്റിൽ മന്ത്രി എന്ന് അവകാശപ്പെടുന്ന വാസവനും ബിന്ദുവും അതുപോലെ കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരെന്നാണ് പറയുന്നത്. മൂന്ന് പേരും ഒരു ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. വാർത്താ സമ്മേളനം നമ്മുടെ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ ദുരന്തമാണ്, നമുക്കറിയാം. ആ ദുരന്തം മനസാക്ഷിയെ മരവിപ്പിച്ച, അതായത് മുമ്പ് പോരുവഴി മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരത്തെ ദുരന്തം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയ ദുരന്തം. നമ്മുടെ കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്കോ വരാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. കാരണം അവിടെ ഉണ്ടായിരുന്ന അതിന് 8 മിനിറ്റ് മുമ്പ് വീഡിയോയിൽ എടുത്തിട്ടുള്ള പത്രക്കാരെടുത്തിട്ടുള്ള വീഡിയോ, ആ വീഡിയോയിൽ കണ്ട് പാട്ട് പാടി രസിച്ചിരുന്ന പല ആൾക്കാർ അവർ പൊട്ടിച്ചെതറിപ്പോയി. അവരിൽ പലരെയും ശരീരം എവിടെയാണ്, എന്ത് സംഭവിച്ചു എന്നുപോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ, കിട്ടാത്ത വിധത്തിൽ ഭസ്മമായി പോയി. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായത്. വലിയ ദുരന്തമാണ് ഉണ്ടായത്. ആ ദുരന്തം ഇനിയിപ്പോ തൃശ്ശൂർ പൂരത്തെ ബാധിക്കുമെന്നും തൃശ്ശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി ഒതുക്കാം എന്നും തീരുമാനിക്കുന്നുണ്ട്. ഇനി ഇത്തരത്തില് ഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന വെടിക്കെട്ടുകൾ വേണോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ ആലോചന നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുമ്പോൾ നമ്മുടെ മന്ത്രിമാരെന്ന് അവകാശപ്പെടുന്ന കുറെ പേർ ഉണർന്ന് അങ്ങോട്ട് പ്രവർത്തിക്കും. പെട്ടെന്ന് എവിടെ നിന്നൊക്കെ ചില വിഭ്രഞ്ചിക്കൽ അങ്ങോട്ട് ഉണ്ടാവും. അവരോടെങ്കിലും ഒരുമിച്ച് കൂടിയിട്ട് എന്തെങ്കിലും ചില പ്രസ്താവനകൾ നടത്തും. അതങ്ങനെയാണ്. മുമ്പ് നമുക്കറിയാമല്ലോ, പാലക്കാട് റോഡില് ഒരു ടൂറിസ്റ്റ് ബസ് അപകടം ഉണ്ടായപ്പോൾ, ബസ്സുമായിട്ട് ചേർന്നിട്ട് അപകടം ഉണ്ടായ സമയത്ത് ബസ്സിന്റെ നിറം വെള്ളയാകാത്തത് കൊണ്ടാണ് അത് അപകടം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റ് ബസ് മുഴുവൻ വെള്ളയടിച്ച മന്ത്രിമാരുള്ള നാടായത്. അതിനുശേഷം കേരളത്തിൽ ഒരൊറ്റ ടൂറിസ്റ്റ് ബസ് പോലും അപകടത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വെള്ള അടിക്കാത്തതിന്റെ കുഴപ്പമാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള മണ്ടം ബുദ്ധികളും തോന്നിയാസങ്ങളും കാണിക്കാൻ വേണ്ടി മാത്രം കുറെ ജനപ്രതിനിധികളും കുറെ മന്ത്രിമാരും ഉള്ളപ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ കാണാത്ത ഒരവസ്ഥയുണ്ട്. ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ. അവരുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെറിയ വിഷയങ്ങളായിരിക്കും. ഒരു തെങ്ങ് ചാഞ്ഞു നിന്നാൽ അതിലെ തേങ്ങ താഴേക്ക് വീഴുന്നതാകാം. സംഗതി ഒരു തേങ്ങേന്റെ വിഷയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തേങ്ങ വീണാൽ അവരുടെ കുഞ്ഞു മരിക്കും. കുഞ്ഞു മരിച്ചു കഴിഞ്ഞിട്ട് തെങ്ങ് മുറിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് ഒരു അപകട സാധ്യത ഉണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതുപോലെ ഒരു വീട്ടമ്മ തങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് ഒരു പ്ലാവ്, മറ്റൊരാളുടെ പ്ലാവായിരിക്കും, ചരിഞ്ഞു നിൽക്കണം. അതുപോലെ അവരുടെ ബാത്റൂമിന്റെ മുകളിലേക്ക് ചക്കകൾ വീണ് നാശമാവുന്നു. ഒന്ന് ലണ്ടനിൽ പോകാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചക്കയാണ് വിഷയം എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ചക്ക അവരുടെ ജീവൻ എടുക്കുന്ന. അപ്പൊ അതുകൊണ്ട് ആ ചക്ക പ്രശ്നത്തിന് അല്ലെങ്കിൽ ആ വൃക്ഷത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കളക്ടറേറ്റിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ബന്ധപ്പെട്ട അധികാരികൾ, വാർഡ് മെമ്പർമാർ മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അവസാനമാണല്ലോ കളക്ടറേറ്റിൽ എത്തുന്നത്. ആ കളക്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം ഒരു സാധാ വീട്ടമ്മയല്ലേ, പോയാലൊരു വോട്ട്, ഇവരുടെ കാര്യം നോക്കാൻ ആര്, നമ്മളൊക്കെ വലിയ ഏമാന്മാരല്ലയോ? ആ നിലയിലായിരുന്നു അവരുടെ ഒരു നോട്ടവും ഭാവവും. ഏതായാലും ഈ വീട്ടമ്മയ്ക്ക് അവരുടെ ജീവനും ജീവിതവും വലുതാണ്. അതുകൊണ്ട് തന്നെ അവർ കളക്ടറേറ്റിലെത്തി. ആ കളക്ടറേറ്റില് നേരത്തെ പറഞ്ഞ 3 മന്ത്രിമാർ, വാസവനും ബിന്ദുവും രാമചന്ദ്രനും, 3 പേരും നിരന്നിരിക്കുമ്പോൾ അവർ നേരെ മുന്നിൽ വന്നങ്ങ് നിന്നു. എന്റെ കാര്യം തീരുമാനമാക്കിയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു സാധാരണക്കാരിയായ ഒരു പാവപ്പെട്ടവളായ എന്റെ കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അപ്പോ മന്ത്രി ബിന്ദുവും മറ്റുള്ളവരും പറയുന്നത് കേട്ടു. ഇത് ഒരു വലിയ വിഷയമാണ്, മരിച്ചവരെ കുറിച്ച്, ഈ ദുരന്തത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പൊ അവര് പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ മരിക്കാതിരിക്കാനാണ് സംസാരിക്കുന്നത്. മരിച്ച ശേഷമല്ല തീരുമാനമെടുക്കുന്നത്, അതിനു മുമ്പാണ്. ഞാൻ കയറിയിറങ്ങി മടുത്തു. അതുകൊണ്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ബാക്കി ചെയ്താൽ മതി എന്ന്. സത്യത്തിൽ മന്ത്രിമാർ എന്ന് പറയുന്ന ഈ ഇത്തരം ആൾക്കാർ എന്തിനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ആ സ്ത്രീ ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്കാണ് ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ പിടിച്ചു നിർത്തി നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ജനപ്രതിനിധികളോട് ചോദിക്കാൻ നമ്മൾ തയ്യാറാകാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഗതികേടിലേക്ക് പോകുന്നത്. അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ, അവർ MLA-മാരും മന്ത്രിമാരും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ദാസന്മാരായി അവരുടെ കാല് പിടിച്ച് അവരുടെ പിന്നാലെ നമ്മൾ നടക്കണം എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെയാണ് നമ്മുടെ ധാരണ. വോട്ട് ചോദിക്കാൻ വേണ്ടി എന്ത് രീതിയിൽ എന്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ ഇവർ വരും. സത്യത്തിൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാലും എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരേണ്ട ഈ ഒരു വർഗമാണ് നമ്മുടെ പുറംകാലിനടിച്ചുകൊണ്ട് അവരെ പിന്നാലെ എത്ര നടന്നാലും, എങ്ങനെ ചെരുപ്പ് തരഞ്ഞാലും, എങ്ങനെ കാല് പിടിച്ചാലും ഒരു കാര്യം ചെയ്തു തരാതെ
തികച്ചും അനാസ്ഥ കാണിച്ചുകൊണ്ട് നടന്നു പോകുന്നത്. കാരണം അവർക്ക് അവരുടെ ആ പദവി കിട്ടിക്കഴിഞ്ഞാൽ അതിലങ്ങോട്ട് അർമാദിച്ച് അങ്ങോട്ട് ആഘോഷിച്ച് അങ്ങോട്ട് ജീവിക്കുകയാണ്. അവരെ ആ പദവിയിലേക്ക് എത്തിച്ചിട്ടുള്ള, ജനപ്രതിനിധിയാക്കി മാറ്റിയിട്ടുള്ള, ജനപ്രതിനിധി എന്ന വാക്കിന് പോലും ഒരു അർത്ഥവും കൽപ്പിക്കാത്ത, ഒരു വിലയും കൽപ്പിക്കാത്ത വിധത്തിലുള്ള ചിലരായി മാറുന്ന, ഒരുപക്ഷെ ചിലരെങ്കിലും ഗുണ്ടകളായി മാറിപ്പോകുന്ന ഒരു സാഹചര്യം കാണുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ സ്ത്രീക്ക് അവരുടെ മുന്നിൽ നിന്ന് വർത്തമാനം പറയേണ്ടി വന്നത്. കാരണം അത് ഒരു അവരുടെ ജീവന്റെ ഒരു വില തന്നെയാണ്. കാരണം ഞങ്ങളുടെ കാര്യം പരിഗണിക്കും, ഞാൻ കയറി ഇറങ്ങി മടുത്തു, ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി എന്ന് പറയുമ്പോൾ മന്ത്രിക്കോ മറ്റുള്ളവർക്കോ, വാസവനൊക്കെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഭാഗത്തേക്ക് തന്നെ നോക്കണമെന്നില്ല. എങ്ങനെ നോക്കും? മറുപടി ഉണ്ടാവില്ലല്ലോ. ഏതായാലും ഈ വിഷയം സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ, മലയാളികൾ എവിടേക്കുണ്ട് അവിടെ മുഴുവൻ അറിഞ്ഞു. എല്ലാവരും ആ സ്ത്രീയുടെ പക്ഷത്താണെന്ന് സംസാരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരും തന്നെ മന്ത്രിമാരുടെ ഈ ധാർഷ്ട്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ധിക്കാരത്തിനോ അല്ലെങ്കിൽ അവർ നടത്താത്തതിനോ ഒന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മന്ത്രിമാരെ സപ്പോർട്ട് ചെയ്ത് പറയണില്ല. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം ഒരു ചക്കയാണ്. പക്ഷെ ആ ചക്ക അവരുടെ ജീവന്റെ വിലയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ജീവൻ അവർക്ക് വലുതായതുകൊണ്ട് ആ ചക്ക പ്രശ്നം പരിഹരിക്കണം. ഇവിടെ തൃശ്ശൂരിൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആ മുഴുവൻ കത്തി അവിടെ മരിച്ചുപോയൊരു ജീവനാണ്. ആ ജീവന്റെ അതേ വില തന്നെയാണ് ഈ സ്ത്രീയുടെയും ആ സ്ത്രീയുടെ കുടുംബത്തിന്റെയും ആൾക്കാർക്കും കൊടുക്കേണ്ടത്. അവരും മരിച്ചു കഴിഞ്ഞ ശേഷം അതിൽ ആരെങ്കിലും ഒരാൾ ചക്ക വീണ് മരിക്കുമ്പോൾ അതൊരു വാർത്തയാകുമ്പോൾ പിന്നീട് ആ പ്ലാവ് മുറിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ മരിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ പറഞ്ഞതുപോലെ അതിനു മുമ്പ് പരിഹരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ആ സ്ത്രീക്ക് ധാരാളം കേസുകൾ ഇനി നമ്മുടെ സർക്കാരും ഈ ബന്ധപ്പെട്ട വകുപ്പുകളും ഈ 3 മന്ത്രിമാർ എന്നവകാശപ്പെടുന്ന 3 പേരും ചേർന്നിട്ട് സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കേസുകളും കാര്യങ്ങളും വന്നാൽ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് സംബന്ധിച്ച് വിനോദ് മാത്യു വിൽസന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം, അതുകൂടി ഈ സമയത്ത് പ്രസക്തമാണ്. അടിപൊളി. ഇങ്ങനെയാണ് വേണ്ടത്. ഇതാണ് ജനാധിപത്യം. ജനങ്ങളാണ് യഥാർത്ഥ അധികാരം. തമ്പുരാക്കന്മാർക്ക് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയവുമില്ല, താല്പര്യവുമില്ല. കളക്ടറായാലും പോലീസായാലും മന്ത്രിമാരായാലും അവസ്ഥ ഒരുപോലെ തന്നെയാണ്. സാധാരണക്കാരൻ കയറി ഇറങ്ങി അവരുടെ കാല് പിടിക്കണം. ചെരുപ്പ് തേയുന്നത് മിച്ചം. അവന്റെ അടിസ്ഥാന പ്രശ്നം പോലും ഇവിടെ ആരും പരിഗണിക്കുന്നില്ല. ചിലർ ജീവിക്കുന്നു, സുഖിക്കുന്നു, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒരു സ്ത്രീ നാളുകളായി തന്റെ ദുരിതം പറഞ്ഞ് ഇവന്റെയൊക്കെ മന്ദിരങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നു. ആരും അത് ശ്രദ്ധിക്കുന്നില്ല, പരിഹരിക്കുന്നില്ല. അപ്പോഴാണ് ഏതാണ്ട് വലിയ കാര്യം പറയാൻ മന്ത്രിമാരുടെ പ്രസ് മീറ്റ് വളരെ സമാധാനത്തോടെ നെഞ്ചു ഉയർത്തി അവരുടെ മുന്നിൽ എത്തിയിട്ട് പറയാതെ പറയുന്നു, എന്റെ പ്രശ്നം പരിഹരിച്ചിട്ട് നീയൊക്കെ പ്രസ് മീറ്റ് ഉണ്ടാക്കിയാൽ മതി. അതാണ് യഥാർത്ഥ ധൈര്യം, ധീരയായ വനിത. ഇനി അവരുടെ ഭൂതകവും ഭാവിയും ചകഞ്ഞ് അവരെങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആരും വിഷയം തിരിച്ചുവിടണ്ട. ഇതാണ് മാസ്. ഇത്തരത്തിലുള്ള മനുഷ്യന്മാർക്കാണ് ഒരു കയ്യടി വേണ്ടത്. ഇനി മന്ത്രിപ്പടയെ സന്തോഷിപ്പിക്കാൻ പാവപ്പെട്ട പോലീസുകാർ ഈ പാവത്തിന്റെ തലയിൽ ഇല്ലാത്ത കേസുകൾ കെട്ടിവെക്കാൻ സാധ്യതയുണ്ട്. ഈ സ്ത്രീ എവിടെ ഉള്ളതാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ എനിക്കറിയില്ല. എന്നാൽ ആരെങ്കിലും മുൻകൈ എടുത്ത് ഇവരെ എന്നിലേക്ക് എത്തിച്ചാൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഞാൻ 1 രൂപ പോലും ഫീസ് വാങ്ങാതെ കൈകാര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, കൊല്ലം. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഈ സ്ത്രീക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിധത്തിലുള്ള പോലീസ് കേസോ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വിനോദ് മാത്യു വിൽസന്റെ സഹായം ആവശ്യമായി വരും. അല്ലാതെ ചക്കപ്രശ്നമായാലും ജീവന്റെ പ്രശ്നമായാലും ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ചിലപ്പോൾ ആ നാട്ടിൽ ചിലപ്പോൾ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആരെങ്കിലും അവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ളവർ ഉണ്ടായിരുന്നെങ്കിൽ ഇവരിങ്ങനെ മന്ത്രിമാരെ തടയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലല്ലോ, ഈ പ്രസ് മീറ്റ് തടയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ. ഏതായാലും ഇതൊക്കെ തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധി തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ നെഞ്ചുയർത്തി നിന്നുകൊണ്ട് മര്യാദയ്ക്ക് ചെയ്യട എന്ന് പറയാനുള്ള ആർജവം ഇവിടുത്തെ ഓരോ വോട്ടർക്കും ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാകാതെ നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. Different angles. Don't forget to subscribe and support this channel.